അപ്പോൾ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടിൽ 2 ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. അത് നല്ല ചുവന്ന് തുടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കത് പറിക്കാം. അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇതേ നോക്കിയേ, പൊളിച്ച് നിൽക്കുകയാണ്. ഇത് കാണാൻ പറ്റില്ല. ഇതേ 1 2 ഇത് കുറേ നാളായിട്ട് ഇതിൽ കായൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കിയപ്പോൾ ഇതിൽ 2 എണ്ണം ഉണ്ട്. പിന്നെ ദേ ഇവിടെയൊക്കെ ദേ കണ്ട, ഇങ്ങോട്ട് കാണിച്ചേ, കണ്ട ഇതിലൊക്കെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് അധികം വെയിലൊന്നും പറ്റില്ല. അതൊന്ന് ഒരു ഷെയ്ഡുള്ള ഭാഗത്ത് നിർത്തണം. ഈ കോഴി ഷെയ്ഡുള്ള ഭാഗത്ത് നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തിരി വെയിലൊക്കെ കുറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത് പൂവിടാനും കായാവാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഈ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ കഴിച്ചിട്ട് നമ്മളിത് കഴിച്ചിട്ട് പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും നമുക്ക് കുറേ സമയത്തേക്ക് മധുരം ആണ് ഫീൽ ചെയ്യുള്ളൂ, പുളി നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മളല്ലാതെ ചെറുനാരങ്ങ കഴിക്കുമ്പോൾ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ ഈ ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മൾ ചെറുനാരങ്ങ കഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും നമുക്ക് മധുരം ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് ഇതിന് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. നമുക്കിത് പറിക്കാം. വേണ്ട, ചെറിയൊരു ഫ്രൂട്ടാണ്. ഇതിൽ നിറയെ ഇല ഉണ്ടായി നിൽക്കുമ്പോൾ തന്നെ നമുക്കിത് പച്ചയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഇത് റെഡ് കളറിൽ ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റണേ. ഇത് നിറയെ കായ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിറയെ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ കുഞ്ഞു കിളികളൊക്കെ വന്ന് ഇത് പറിച്ചിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട് കഴിച്ച് നോക്കാം അല്ലേ. ഞാൻ അതിന് വേണ്ടിയിട്ട് ദേ ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുനാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കഴിച്ച് നോക്കട്ടെ. കഴിക്കണ്ട, ഇല്ല. ഇത് ആദ്യം നമ്മളിത് കഴിക്കാം. ഒരിളം മധുരം, പുളിയും മധുരം കലർന്നിട്ടൊരു മധുരം. അപ്പോൾ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ കഴിച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാലൻസ് വന്ന കുരുവാണ് ഞാനിവിടെ മാറ്റി വയ്ക്കുകയാണ്. അത് മുളപ്പിക്കാം കേട്ടോ. ഞാൻ ഈ മിറാക്കിൾ ഫ്രൂട്ട് ഇതുപോലെ തന്നെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കുരു മുളപ്പിച്ചിട്ടാണ് ഇപ്പോൾ ആ ഒരു തൈ നട്ട് വളർത്തിയേക്കുന്നത്. അതിൽ നിന്നാണ് എനിക്ക് ഫ്രൂട്ട് ഉണ്ടായത്. നമുക്ക് ഈ ഫ്രൂട്ട് കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ സീഡ് കളയണ്ട, ഇത് നമുക്ക് നട്ട് പിടിപ്പിക്കാം. അപ്പം ഞാൻ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നാരങ്ങയാണ്. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പുളി തോന്നും. പക്ഷെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ എക്സ്പ്രഷൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കണേ. അടിപൊളി. ഇതിന് കുറച്ച് സമയത്തേക്ക് പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും നല്ല മധുരമായിരിക്കും. മിറാക്കിൾ ഫ്രൂട്ട് വിത്ത് ചെറുനാരങ്ങ ടേസ്റ്റ് ചെയ്യൂ. നമ്മുടെ പഴുത്തു പറഞ്ഞ ഞാനും കഴിച്ചു, പറഞ്ഞ ചേട്ടനും കഴിച്ചോ, വേറെ ആർക്കും കൊടുക്കണ്ട. കഴിച്ചോക്കെ വേണ്ടെന്ന് പറഞ്ഞു. ഇത് കഴിക്കുക. നാരങ്ങ കൂടി കഴിച്ചിട്ട് ആ എക്സ്പ്രഷൻ എൻ്റെ വായിന്ന് മധുരം പോണില്ല. ഇപ്പൊ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ പുളിയുള്ളവർ വന്നിട്ടല്ലേ, പുളി ഉണ്ടാ. അത് ഈ ഫ്രൂട്ട് മുഴുവൻ കഴിക്കണം. ഇപ്പൊ മധുരം വന്നല്ലേ. അതാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അത് കഴിച്ചിട്ട്. നല്ല മധുരം ഉണ്ടല്ലേ.